Okay, so I'm going to do something fun. Probably for the first time in my life. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ കൂടെ, ഒരാളല്ല 1, 2, 3 പേരുടെ കൂടെ ഐ എം ഗോയിങ് ഫോർ ലഞ്ച്. പൂക്കളിൻ്റെ റീൽ ഇട്ട സമയത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റീൽ ഇടുന്നത് ആരാണോ ഐ ഡു ലഞ്ച് വിത്ത് ദം, ഐ ഗോ ഫോർ ലഞ്ച് വിത്ത് ദം. അങ്ങനെ ഒരു പ്ലാൻ. ബിക്കോസ് ഐ ലവ് ഫുഡ്, ഐ ലവ് ഗോയിങ് ഫോർ ലഞ്ചസ് ആൻഡ് ഐ ലവ് ടോക്കിംഗ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ദാറ്റ്സ് ഫൺ. അങ്ങനെ ഒരു എത്രയോ ആയിരക്കണക്കിന് റീൽസ് വന്നു. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് ഐ ഹാഡ് ടു പിക്ക് വൺ ഗ്രൂപ്പ്. അങ്ങനെ എനിക്കൊരു 3 ഗേൾസ് കളിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ തോട്ട് ദേ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ആക്ച്വലി വേ ബെറ്റർ ദാൻ ഹൗ വി ഡാൻസ്ഡ് ഓൾസോ. അങ്ങനെ ഞാൻ അവരെ സെലക്ട് ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്ന് വെദർ they'd be interested to come for lunch with me, because പലരും ആ റീല് ചെയ്തത് ഹാനയുടെ കൂടെ ലഞ്ച് കഴിക്കാൻ പോകുന്നതല്ല. they like the song and they did it. അപ്പൊ അവർക്ക് ലഞ്ച് കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തു. I said, see, I really liked your reel. Would you like to do lunch with me? അപ്പം they were very excited. അപ്പൊ അതിൽ 3 പേരുണ്ട്. I think they are young girls. കാരണം എന്നെ ചേച്ചി എന്നാ വിളിച്ചേ. സോ ഐ തിങ്ക് കൊച്ചുകുട്ടികളാന്ന് തോന്നുന്നു. അതിലൊരാള് ഖത്തറിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഖത്തറിൽ നിന്ന് വരുന്നുണ്ടോ, അതുവരെ വെയിറ്റ് ചെയ്യണോ. അപ്പൊ ടീച്ചർ ഇല്ല ചേച്ചി, അത് ഇപ്പൊ ചെന്നതേ ഉള്ളൂ. സാരല്ല ചേച്ചി, എന്റെ മറ്റേ 2 ഫ്രണ്ട്സിന്റെ കൂടെ പോക്കിയെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്തു. അവര് ടവട വേല. ഒരു കുട്ടി ഈസ് ഫ്രം കണ്ണൂർ, ഒരു കുട്ടി ഈസ് ഫ്രം തൃശ്ശൂർ. അയ്യോ ചേച്ചി ടൈം പറഞ്ഞാൽ മതി, നമ്മള് വരാം. ഞാനിങ്ങനെ ഓക്കെ. അപ്പൊ ഞാനിപ്പം ഐ റെയർലി കം ടു കൊച്ചിൻ. സോ ഐ ഹവ് കം ടു കൊച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. സോ വി ഡൂയിങ് ദാറ്റ്. സോ വി ഗോയിങ് ടു എ ബർഗർ പ്ലേസ്. ഐ ലവ് ദിസ് ബർഗർ പ്ലേസ്. എനിക്ക് കൊച്ചി വരുമ്പം ദിസ് ഇസ് വൺ ജങ്ക് വിച്ച് ഐ ലവ് ടു കം ആൻഡ് ഈറ്റ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഡു യു ലൈക്ക് ബർഗേഴ്സ്? They were like, yeah, burger is like cool. Let's go there. We've reached the burger place which I like. That's one of my favorite burger places in Kochi. Hi, എത്തിയോ? വാ. എപ്പോ എത്തുന്നല്ലേ കാണിക്കുന്നത്? ഞാൻ ഇവിടെ എത്തി. ഓക്കെ, വന്നാ മതി. നിങ്ങൾ മറ്റേ ഫ്രണ്ടിന്റെ ബ്രദറും വന്നോ? ഓ, 3 പേര് ഒരുമിച്ചാണോ വരുന്നേ? ശരി. സോ ഖത്തറിന്ന് ഉള്ള കുട്ടി, ആ കുട്ടിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് ഒരു ബ്രദറുണ്ട്, സ്മോൾ ബോയ് ലൈക്ക് 15 years. അവന്റെ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ വന്നോട്ടെ. ആശോ അങ്ങനെ 3 കൊച്ചു പിള്ളേര് വന്നോണ്ടിരിക്കുക. ഹായ്. എന്താ ഇത്? നിരഞ്ജന. ഗൗതം. ഇത് ദേവിക. മോന്റെ സിസ്റ്ററാണ് ഗൗരി. ഓക്കെ. സോ എന്റെ ഫേവറേറ്റ് ഇസ് ഇവിടുത്തെ സ്മാഷ് ബർഗർ. ചിക്കൻ ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് എ ഫ്രൈഡ് ചിക്കൻ. KFC പോലത്തെ ചിക്കൻ വെച്ചിട്ടുള്ള ബർഗർ ആയിരിക്കും. മാംഗോ സെറ്റ് ആവില്ല. ഒരു സ്മാഷ് പറഞ്ഞോ, ഇഷ്ടമുള്ള പറഞ്ഞോ. ചോക്കോ ചിപ്പ് കുക്കി മിൽക്ക് ഷേക്ക് മതിയോ? എത്ര നേരം കൊണ്ടാണ് ഡാൻസ് പഠിച്ച? ഒരു 12 തൊട്ട് ഞങ്ങളൊരു 3:30, 3:4 വരെ ഞങ്ങൾ കളിച്ചു. 3 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് ഈ 3 മണിക്ക് ലൈറ്റ് മിസ്സായിപ്പോ. എത്ര നാളെ പോയിട്ട്? ഞാനാണെങ്കിൽ ഇന്നെന്റെ ഞാൻ വെച്ച് ഇന്നലെ കാണാൻ കൊള്ളുകയായി. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ലൈക്ക് എല്ലാരും വാവുട്ടി ഒന്നും ടോപ്പിക് ഇല്ലാതെ ഓക്വേർഡായി. പിന്നെ ചേച്ചി ഇത്ര നല്ല രീതിക്ക് നിന്നോണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ ഞങ്ങൾ ചേച്ചിയോടെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ത് സമയം 3:50. ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. വരാത്ത കഴിഞ്ഞ കേട്ടോ. ഹാങ് ഔട്ട് തീർന്നു. വലിയ ഫണ്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആരും അത് കഴിച്ചു.
lots of fun. Bye-bye. All the best. ശരി, ബൈ. താങ്ക് യു. അയ്യോ, താങ്ക് യു സോ മച്ച്. സച്ച് എ ഗുഡ് ഫീലിംഗ്. ലൈക്ക് ഐ സെഡ്, എനിക്ക് തോന്നുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത കുറച്ച് പേരെ മീറ്റിംഗ് ഫോർ ലഞ്ച് ആൻഡ് സ്പെൻഡിങ് ലൈക്ക് ഒരു 1.5 മണിക്കൂർ വിത്ത് ദം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എനിക്ക് അവരെ അറിയാവുന്ന പോലെ. ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനെ മുൻപരിചയമൊന്നും ഇല്ലല്ലോ. ഐ തിങ്ക് അതാണ് എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ്, മനുഷ്യരെന്ന് പറയുന്ന ഒരു 10-12 വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ തന്നെ റിപ്പീറ്റ് പ്രൊഡക്ഷൻസ് ആണല്ലോ നമ്മളെല്ലാവരും. അതാണല്ലോ വി ഫൈൻഡ് സംതിങ് സിമിലർ. നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 പേരെ മീറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 2 പേരെടുത്തെങ്കിലും നമുക്കൊരു എന്തോ ഒരു സിമിലാരിറ്റി കണക്ഷൻ തോന്നില്ല. കാരണം കുറേ കോർ ക്വാളിറ്റീസ് നമ്മളിലൊക്കെ സെയിം ആണ്. ലൈക്ക് ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ feeling, and maybe I should do something like this more often. That was a lot of fun and definitely a day I'm going to remember for a very long time. So bye bye.